ഹലോ, ഗുഡ് മോർണിംഗ്. ഒത്തിരി നാളായി നമ്മൾ യാത്ര പോയിട്ട്. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് നമ്മൾ യാത്ര പോവുകയാണ്. ഇപ്പോൾ സമയം എന്ന് വെച്ചാൽ 5:30 കഴിഞ്ഞു. നമ്മൾ നേരെ മൂവാറ്റുപുഴയ്ക്കാണ് പോകുന്നത്. വേറെ ഒരു 4 കൂട്ടുകാരും കൂടിയുണ്ട്. നമ്മൾ ഒരു യാത്ര പോകാനായിട്ട് ഒരു ജാക്കറ്റൊക്കെ മേടിച്ചാണ്. ജാക്കറ്റ് മേടിച്ചിട്ട് പിന്നെ ഇതുവരെ നമുക്ക് ഇടാൻ പറ്റിയില്ലതേ. ഇന്നിപ്പോൾ ആ ജാക്കറ്റ് ഇട്ട് നമ്മൾ യാത്ര പോകണം. ഇപ്പം ഓക്കെ. അപ്പോൾ ജാക്കറ്റൊക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മുടെ ക്യാമറ എല്ലാം പാക്ക് ചെയ്ത് വെച്ച് എല്ലാവരും ചിലപ്പോൾ ഇന്ന് ഞങ്ങൾ പോയിട്ട് നാളെ രാത്രി എത്താനാണ് ഞങ്ങൾ പ്ലാൻ. പക്ഷേ നമ്മൾ അന്വേഷിച്ച് പോകുന്ന ആളുകളെ കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ പിറ്റേ ദിവസവും തിരിച്ചു വരും. അങ്ങനെ ഒരു ഇതുണ്ട്. കണ്ടില്ലെങ്കിൽ കാര്യമാണെങ്കിൽ നമ്മൾ നാളെ തന്നെ രാത്രി കിട്ടും എന്തായാലും. ഹായ്, അപ്പോൾ ഞാനിപ്പോൾ കരിങ്ങാച്ചിറയിൽ വന്നിരിക്കുകയാണ്. കരിങ്ങാച്ചിറ ജംഗ്ഷനിൽ കണ്ട ഇവിടെ ഒരു കടയുടെ ഫ്രണ്ടിലിരിക്കുകയാണ്. അവർ അവിടെ നിന്ന് പോന്നിട്ടുള്ളൂ. നമ്മൾ 2 പേരും ഇവിടെ വരാനുണ്ടല്ലോ. അപ്പോൾ അവർ പോന്നിട്ടുള്ളൂ. പിന്നെ 2 പേര് കോട്ടയത്തു നിന്നുള്ള അവർ ഇറങ്ങി ഓൾറെഡി. ഇനിയിപ്പോൾ നമ്മൾ നേരെ മൂവാറ്റുപുഴയ്ക്ക് പോകണം. മൂവാറ്റുപുഴ ചെന്നിട്ട് രാവിലെ നല്ല തണുപ്പാണ്, മൂക്ക് കടഞ്ഞ്. മൂവാറ്റുപുഴ ചെന്നിട്ട് അവിടെ നിന്ന് അവരുടെ കാറിനാണ് നമ്മൾ പോകുന്നത് എന്തായാലും. പിന്നെ ഇപ്പോൾ വന്നപ്പോൾ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല, വേറെ ഒന്നുമില്ല. നമ്മുടെ ഞാൻ പറഞ്ഞതിന് ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നുണ്ടായിരുന്നു. അവനടുത്ത് വന്നപ്പോൾ മനസ്സിലായി അവനൊരു കണ്ണുണ്ടായിരുന്നുള്ളൂ. വെച്ചാൽ ഒറ്റ ലൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റ കണ്ണായിരുന്നു. എന്തോ പായത്തിന് രക്ഷപ്പെട്ടായി. ഞാൻ ബൈക്കാന്ന് കരുതിയത്. അടുത്ത് വന്നപ്പോഴാണ് ടെമ്പോ എന്ന് മനസ്സിലായത്. പായത്തിന് രക്ഷപ്പെട്ടു. പിന്നെ വെട്ടം വെക്കണതിന് മുമ്പ് തന്നെ ആളുകൾ ലൈറ്റ് ഓഫ് ചെയ്യണം വണ്ടിയുടെ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ബാക്കിൽ വരുന്ന വണ്ടിക്ക് ലൈറ്റ് ഉണ്ട്, ഈ ഫ്രണ്ടിൽ വരുന്ന വണ്ടീനെ ചിലപ്പോൾ കാണാൻ പറ്റുന്നില്ല. ഈ എല്ലാവർക്കും ഭയങ്കര നിർത്തിയാണ് വെട്ടം വെക്കണത്. ഈ വെട്ടം വെച്ച് കേട്ടാൽ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്താൽ പോരെ. അങ്ങനെയാണെങ്കിൽ ഒത്തിരി എന്താ പറയുക, കുടുംബങ്ങളുടെ ലൈറ്റ് അങ്ങനെ തന്നെ തെളിഞ്ഞേക്കില്ലേ, നമ്മളെപ്പോലുള്ള പാവങ്ങളുടെയൊക്കെ. അപ്പോൾ ഈ ചേട്ടന്മാരെ ഈ ലൈറ്റ് നേരം വെളുത്തിട്ട് തന്നെ ലൈറ്റ് ഓഫ് ചെയ്യുക. അപ്പോൾ അവർ വന്നിട്ട് നമുക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. നമ്മുടെ സുഹൃത്തുക്കളെ കണ്ട് ഒന്ന് കാണിച്ചേക്കാം. നമ്മുടെ ചങ്കുപടി എത്തിയിട്ടുണ്ട്. ഇത് പുതിയൊരു മെമ്പറാട്ടോ. കണ്ടിട്ടുണ്ടാ? ഇല്ല, ഫസ്റ്റ് ടൈം. പേര് ഗിരീഷ്. ഇത് മനോജ്. IPS നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും യാത്ര സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ ബസ് സ്റ്റാൻഡാണ് പുറകെ കാണുന്നത്. ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഇവിടെ ഒരു കാണാം, ഒരു ഹോട്ടലുണ്ട്, ടീ ഷോപ്പ്. അതിൻ്റെ പുറകിൽ ഒരു ഫാൻ പാർക്കുണ്ട്. അവിടെ കൊണ്ട് നമ്മുടെ വണ്ടിയൊക്കെ വെച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ട് പോകുന്നു ഡോക്ടറുകൾ. ഇനിയിപ്പോൾ നമ്മുടെ സനീഷ്മായും ശ്രീനിച്ചേട്ടനും ഇവിടെ എത്താറായിട്ടുണ്ടെന്ന് പറഞ്ഞ് അവരൊന്ന് കഴിയുമ്പോൾ അവരായിട്ട് ജോയിൻ ചെയ്ത് നമ്മൾ ഒരുമിച്ച് യാത്ര തുടരുകയാണ്. നമുക്ക് അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട്, അങ്ങോട്ട് നീങ്ങിക്കാം. അവിടെയാണ് അവർ നിൽക്കുന്നത്. എന്താ കുറേ നമ്മൾ കണ്ടിട്ട് ഇത്തിരി ആളായി കേട്ടോ. നമ്മൾ ശ്രീനിച്ചേട്ടനും ഞങ്ങൾ സനീഷായൊക്കെ യാത്ര ചെയ്തിട്ട്. അപ്പം ഞങ്ങളിന്ന് തുടങ്ങിയാണ് അല്ലേ. ഇത് നമ്മുടെ സനീഷോയുടെയൊക്കെ ഉണ്ട്. ഇത് മനോജ്. നാല് പുലികളുടെ കൂടെ നമ്മളിന്ന് യാത്ര ചെയ്യാണ്. പോം. ഓക്കെ, നമ്മൾ ബാലൻസ് സെറ്റായിരുന്നു. അതെ, കോതമംഗലത്ത് വന്നിറങ്ങി. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞാൻ അടുത്ത യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ടീംസൊക്കെ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ചാവടിയൊക്കെ കഴിഞ്ഞിട്ടാണ്. ഓക്കെ. നമ്മളിപ്പോൾ തട്ടേക്കാടേക്ക് പോകുന്ന റൂട്ടിലാണ്. പോകുന്ന വഴിയിൽ ഇവിടെ 2 പേടിരിക്കുന്നുണ്ട്, ഇന്ത്യൻ റോളർ. അപ്പോൾ അവനെ ഷൂട്ട് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ക്യാമറ എല്ലാം അവിടെ നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സ്ഥലത്ത് ക്യാമറ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാനും പോയി ക്യാമറ എടുത്തിട്ടില്ല. ഇവിടെ ചെറുതായിട്ടൊരു കട്ട് പിടിച്ചിട്ടുണ്ട്. ഓക്കെ. ഇവിടെ മരത്തിൽ ഒരു ഇന്ത്യൻ റോളർ വന്നിരിക്കുകയാണ്. നമുക്ക് കുറച്ച് പടങ്ങൾ എന്തായാലും എടുത്തിട്ടുണ്ട്.
അവർ ഫ്ലൈ ചെയ്യുന്ന ചെറുതായിട്ട് ഫ്ലൈ ചെയ്യുന്ന സാധനം കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ പടം കിട്ടിയാണോ? കുഴപ്പമില്ല, അത്യാവശ്യം. ശ്രീനിച്ചേട്ടനൊക്കെ തകർത്തോണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് നേരം ഇന്ന് പടമൊക്കെ എടുത്ത് ഇന്ന് നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇവിടെ ലേറ്റ് ആനക്കുളത്ത് നമുക്ക് എത്തണം. നമ്മൾ മെയിനായിട്ട് ഇന്ന് പോകുന്നത് ആനക്കുളത്തേക്കാണ്. ആനകളെ ഷൂട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴി നമ്മൾ തട്ടേക്കാട് ഇറങ്ങി ഇവിടെ കുറച്ച് ബേഡ്സിൻ്റെ ഇതാണ് നമ്മൾ തട്ടേക്കാട് പോകുന്നത്. തട്ടേക്കാട് ഉച്ച കഴിഞ്ഞിട്ട് ആനക്കുളത്തേക്ക് പോകുന്നത്. ഇതേ ഭയങ്കര സന്തോഷത്തിലാണ് സനീഷ് ഭായിയൊക്കെ. എന്തൊക്കെയോ കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താ കിട്ടിയാ? സനീഷ് ഭായിക്ക് എന്തൊക്കെ കുറച്ച് സാധനം കിട്ടിയിട്ടുണ്ട്. എനിക്ക്